അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024-25 സ്മാർട്ട് സ്കോളർഷിപ്പിൻ്റെ മെയിൻ പരീക്ഷയാണ് ഇന്ന് നവംബർ 30 നടന്നത്. അതിൻ്റെ ജനറൽ പാർട്ടിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പല ക്വസ്റ്റ്യനുകളും കുറച്ച് ക്ലാസ്സുകൾ ഈ വർഷം പറഞ്ഞിട്ടുള്ളൂ. ഇതിലെ പല ക്വസ്റ്റ്യനുകളും പല ക്ലാസ്സിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ചിലത് 4-ാം ക്ലാസ് പറഞ്ഞ വിഷയം 3-ാം ക്ലാസ് ചോദിച്ചു, 3-ാം ക്ലാസ് പറഞ്ഞ വിഷയം 4-ാം ക്ലാസ് ചോദിച്ചു. പിന്നെ പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്ത വിഷയങ്ങളൊക്കെ പലപ്പോഴായിട്ട് പല ക്വസ്റ്റ്യനായിട്ട് കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് 31-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നലെ ഞാനായിട്ട് ഞാൻ പറഞ്ഞ ക്ലാസ്സിലുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അമംഗ് ദ ഫോളോവിങ് ദ സെക്കൻഡ് മോസ്റ്റ് അബൻഡൻറ്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. താഴെ പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം. നമ്മൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണെന്നും 2-ാം സ്ഥാനം ഓക്സിജൻ ആണെന്നും 3-ാം സ്ഥാനം അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉത്തരം വരുന്നത് ഓക്സിജൻ ആണ് അല്ലേ. 1-ാം സ്ഥാനം നൈട്രജൻ കേട്ടോ, 2 ഓക്സിജൻ, അങ്ങനെ പോകും. ഇനി 32-ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് ഹെൽപ്സ് യു ടു മൂവ്. ശരീരത്തിൻ്റെ ഏതു ഭാഗമാണ് ചലിക്കാൻ സഹായിക്കുന്നത്? ചലിക്കാൻ സഹായിക്കുന്ന നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം, മസിലുകളാണ് ചലിക്കാൻ സഹായിക്കുക. അല്ലാതെ ഇത് ലങ്സ്, ശ്വാസകോശം, മറ്റ് കണ്ണുകളൊന്നും ഒരിക്കലും സാധ്യമല്ലാത്ത ആൻസറാണ്. മസിലാണ് ചലിക്കാൻ സഹായിക്കുന്നത്. 33-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നലെ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ചോദ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻവെൻറ്റർ ഓഫ് ടെലഫോൺ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഗ്രഹാംബെൽ എന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അലക്സാണ്ടർ ഗ്രഹാംബെലിനെ പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ കണ്ടെത്തിയ മാർട്ടിൻ കൂപ്പർ അടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കുന്നത് പ്രത്യേകം ഓർക്കുന്നു. 34-ാമത്തെ ക്വസ്റ്റ്യൻ, ആനിമൽസ് ദാറ്റ് ബ്രസ്റ്റ് ഫീഡ് ദെയർ യങ് വൺ. അതായത് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന മൃഗങ്ങൾ അതേതാണ്? അത് ബേർഡ്സാണ്. ഇതും പറഞ്ഞ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി 35-ാമത്തെ ക്വസ്റ്റ്യൻ, ദ താർ ഡിസേർട്ട് ലൈസ് ഇൻ. താർ മരുഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാൻ. കഴിഞ്ഞ ക്ലാസ് 6-ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ക്ലാസ്സുകളിൽ എടുത്ത് ചില ക്ലാസ്സിൽ വരുന്നത് മാത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വെച്ചാൽ പിന്നെ ചെറു ക്ലാസ്സുകളിലെ ചോദ്യങ്ങൾ, അതുപോലെ വലിയ ക്ലാസ്സിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു LSSനൊക്കെ നോക്കുന്ന രൂപത്തിൽ നോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. 4-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും 6-ാം ക്ലാസ്സിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരെ എന്താവണം, 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്താണ് അറിഞ്ഞിരിക്കണം ഏകദേശം. അപ്പോഴാണ് നമ്മൾ കോമ്പറ്റീഷനിൽ ഹൈ റാങ്ക് വരിക. 3-ഉം 4-ഉം എന്തായാലും ക്ലിയർ ചെയ്യണം. ഓക്കെ, നമുക്ക് 36-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഗംഗയാണ്. ഗംഗയല്ല, യമുന അല്ലേ. ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി യമുനയാണ്. പോഷക നദി, ഏറ്റവും വലിയ പോഷക നദി. ദാമോദർ, സിന്ധുവും ബ്രഹ്മപുത്രയും കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഹിമാലയൻ നദികളാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഗംഗയൊരു ഹിമാലയൻ നദി, എൻ്റെ ഒരു പോഷക നദി ആയിട്ടാണ് യമുന വരിക കേട്ടോ. ഇനി 37-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രേഡ് ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ടിൽ 1911. 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വ്യാപാര തലസ്ഥാനം അതേതാണ്? കൽക്കത്തയാണ് അല്ലേ. കൽക്കട്ട. ഇപ്പോൾ കൊൽക്കത്തയാണ്, പണ്ട് കൽക്കട്ടയായിരുന്നു കേട്ടോ പേര്. അതിനുശേഷമാണ് പിന്നെ 1911 ഡൽഹി തലസ്ഥാനമായിട്ട് വരുന്നത്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, അമംഗ് ദ ഫോളോവിങ് വിച്ച് എംപയർ റൂൾഡ് ഓവർ ഇന്ത്യ ഇൻ ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചത് ആരാണ്? മുഗളന്മാരാണ്. 1526 മുതൽ 1707 അല്ലേ. ബാബർ മുതൽ ഔറംഗസീബ് വരെ. അതിനുശേഷം ഉണ്ട് ചെറിയ നാമമാത്ര ഭരണാധികാരികൾ, ബഹദൂർ ഷാ സഫർ വരെ നീളുന്നത്. അപ്പോൾ മുഗൾ സാമ്രാജ്യമാണ് മധ്യകാലത്ത്. 39, വാട്ട് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏതാണ്? വാട്ടറാണ്. 2 ക്ലാസ്സിൽ ഈ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രത്യേകം പറയാൻ കാരണം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനി 40-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ്.
ഇത് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ക്ലാസ്സിൽ ജവഹർലാൽ നെഹ്റു ആരാണെന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി, രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ പ്രസിഡന്റ്, സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അതിൽ തന്നെ എന്തുണ്ട്, ബാക്കി അല്ലാത്ത പിന്നെ ഇത് മാത്രമല്ലേ ഉള്ളൂ. മൗലാന അബ്ദുൽ കലാം ക്ലാസ് കേട്ടവർക്ക് അത് ഉത്തരം കിട്ടിയിരിക്കും. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോഴത്തെ രാജീവ് കുമാറാണ് കേട്ടോ. 25ാമത്തെ. 42ാമത്തെ ക്വസ്റ്റ്യൻ, സയൻറ്റിഫിക് നെയിം ഓഫ് കോക്കനട്ട്. എന്താ? കോക്കസ് ന്യൂസിഫറ. കോക്കനട്ടത്തിന് കോക്കോ എന്നുണ്ടല്ലോ ഇവിടെ അല്ലേ, എ ഓപ്ഷൻ വരും. കോക്കസ് ന്യൂസിഫറ. മാഞ്ചിഫറ ഇന്ത്യക്ക് മാംഗോയുടെ ആണ്. പാൻത്ര ലിയോ ലേണ്ടാണ്. റൈസ സെറ്റൈഫ എന്നുള്ളത് നെല്ലിൻ്റെതാണ് കേട്ടോ. ഇവിടെ ഉത്തരം വരുന്നത് കോക്കസ് ന്യൂസിഫറ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് കൺജങ്ഷൻ. ശരിയായ കൺജങ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് അല്ലേ ഓറഞ്ച് അങ്ങനല്ലേ വരാം. ഞാൻ ആപ്പിളും ഓറഞ്ചും ഇഷ്ടപ്പെടുന്നു. എന്നർത്ഥത്തിന് ആൻഡാൽ ഉപയോഗിക്കുക അല്ലേ. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രൊനൗൺ. പ്രൊനൗണിനെ തിരിച്ചറിയാനാണ്. ഹി ഗേവ് മീ എ ഗിഫ്റ്റ്. ഇവിടെ പ്രൊനൗൺ ഏതാണ്? നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ ഹി അല്ലേ, അവൻ എന്നർത്ഥത്തിന് വരും. 45ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ദ ടീച്ചർ ടെൽ എന്നാണ്, ടെൽസ് എന്നാണ്, ടെല്ലിങ് എന്നാണ്, ഹാസ് ബീൻ ടെൽ എന്നാണ്. എന്താ വരിക? ദ ടീച്ചർ ടെൽസ് എന്നാണ് വരിക കേട്ടോ. ഇത് പ്രസൻറ്റ് ആയതുകൊണ്ട് ടെൽസ് എന്ന് ഉപയോഗിക്കും, ടെല്ല് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ടെല്ലിങ് വരണമെങ്കിൽ ഈസോ ആറോ ആമോ വരണം, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരണം. ഇത് വെർബായിട്ട് വരുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. പിന്നെ ഹാസ് ബീനെ സൂചിപ്പിക്കുന്ന വേറെ പദങ്ങളൊന്നും അവിടെ ഇല്ല, അതുകൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇത് വരുള്ളൂ, ടെൽസ് എന്നേ വരുള്ളൂ. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലിങ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് പ്രൊനൗൺ. ശരിയായ പ്രൊനൗണ് കൊണ്ട് എന്ത് ചെയ്യാം? ആ ഒരു ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കുക. എന്താണ്? ദിസ് ഈസ് മൈ ബുക്ക് അല്ലേ, അങ്ങനെയല്ലേ പറയല്ലേ, ഇത് എൻ്റെ ബുക്കാണ്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. 47ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 47ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു ഉറുമ്പ് അതിൻ്റെ ദ്വാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഡോട്ടിട്ട വരകളിലൂടെ പഞ്ചസാരയുടെ കഷ്ണത്തിലേക്ക് സഞ്ചരിക്കുന്നു. അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഇവിടെ നോക്കുക. ഇവിടെ മുതൽ ഇതുവരെ എന്ത് ചെയ്തു? 1 മീറ്ററും 5 സെൻറ്റിമീറ്ററും. ഇവിടെ നിന്ന് ഇതുവരെ ഈ വളവ് വരെ 1 മീറ്റർ. അപ്പോൾ 2 മീറ്ററും 5 സെൻറ്റിമീറ്ററായി. പിന്നെ ഇവിടെ നിന്ന് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 മീറ്ററും 25 സെൻറ്റിമീറ്റർ ഉത്തരം വരും. ഓപ്ഷൻ ബി വരും. 48ാമത്തെ ക്വസ്റ്റ്യൻ, 67 ലിറ്റർ ഡാഷ് മില്ലി ലിറ്റർ. 67 ലിറ്റർ എന്നുള്ള എത്ര മില്ലി ലിറ്റർ എന്നുള്ളതാണ്. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യും? 67 എന്നുള്ള 67,000 മില്ലി ലിറ്റർ വരും. ഇതൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞതാണ് കേട്ടോ. 49ാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ പ്ലേസ് വാല്യൂ ഓഫ് 5 in 25,345 എന്നതിലെ 5 അല്ലേ, 5 എന്ന 5ൻ്റെ സ്ഥാനമൂല്യങ്ങളുടെ ആകെത്തുക. സ്ഥാനമൂല്യങ്ങൾ എത്രയ്ക്ക് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് വരുന്നത് ഒറ്റയുടെ സ്ഥാനത്താണ് 5 വരുന്നത്. അപ്പോൾ 5 തന്നെ, 5 മാത്രം. പിന്നെ നോക്കുക, ഒറ്റ കഴിഞ്ഞിട്ട് പിന്നെ 10, 4 10ൻ്റെ സ്ഥാനത്ത്, 100 1000ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 5000 വരും. പിന്നെ അത് 5000ഉം 5ഉം 5005 വരും. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി വരും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ദ ടൈം ബിറ്റ്വീൻ 9:30 and 11 AM. 9:30 AM and 11 AM. 9:30ൻ്റെയും 11 മണിയുടെ ഇടയിലുള്ള സമയം എത്ര സമയമുണ്ട്? സിമ്പിൾസ് ക്വസ്റ്റ്യനാണ്. 1.5 മണിക്കൂർ. ഓപ്ഷൻ സി വരും. ഇത്രയാണ് ഉള്ളത്. വലിയൊരു ടൈറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ല, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിരന്തരം വീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ മുഴുവൻ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. ഇനിയുള്ള കാലങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.